അപ്പം അന്നത്തെ സ്പെഷ്യൽ ഐറ്റമായ ഉണക്കമീൻ ഉണക്കസ്രാവ് ഇതാ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഉള്ളി, ചെറിയ ഉള്ളിയും മുളകും ഉപ്പിടാണ്ട് അരച്ചു വെച്ചത്. വേറെ ഒരു മസാല ഇടരുത് ഇതിൽ, ഫിഷ് മസാല ഒന്നും വേണ്ട, വെറും ഉള്ളി മുളക് ആ മീൻ. നീ അത് പുരട്ടാൻ പോകും. ഊരാടത്തിനും ഉത്രാടത്തിനും ഒക്കെ എല്ലാവരും മീൻ കൂട്ടും കേട്ടോ. നാളെ മഹാവിഷ്ണു വാമനായി വരുന്ന ദിവസം, അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, മാതേവരെയൊക്കെ വെച്ച് പൂജിക്കുന്ന ദിവസം ആരും മീനൊന്നും കൂട്ടില്ല. ഇത് കണ്ടപ്പോൾ റെഡ് കളറായി. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഇതാണ് എല്ലാവരും ഓണത്തിനും തിരുവാതിരയ്ക്കൊക്കെ സ്രാവ് വറുത്തത് തിന്നും. വേണ്ട, മാന്തളും തളയനും മുള്ളനും അല്ല, സ്രാവാണ്. ഇവിടെ അത് അച്ഛന് മാത്രമേ വേണ്ടി, പക്ഷെ ഞാൻ അച്ഛന് വേണ്ടി ചെയ്തു കൊടുക്കുക എന്ന് മാത്രം. ഞാനൊന്നും തിന്നില്ല, ഒന്നും ഇഷ്ടമില്ല. ഇപ്പം ഞാൻ മീൻ വറുക്കാനുള്ള ചീനച്ചട്ടി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ അടുക്കളയിലാണ്. സ്മെല്ലൊക്കെ പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. രണ്ടാമത്തെ അടുക്കള, പുകയില്ല അടുപ്പ്, കിണറിൻ്റെ അടുക്കള, കിണറിൻ്റെ അത് സാധനങ്ങൾ വയ്ക്കാനുള്ളത്, സിങ്ക്. പുകയില്ല അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് ഇവിടെ ഒരു വേറെ പഴയൊരു ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടുണ്ട്. എണ്ണ പുകയുണ്ട്. നമ്മുടെ മീൻ കഷ്ണം ഇത് നല്ല ചന്തയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന, പിന്നെ പോരൊന്നായില്ല. നമ്മുടെ നാട്ടിലുള്ള മലയാളികൾക്ക് ഇതിനോടൊക്കെയാണ് ഇപ്പോൾ താല്പര്യം. അല്ലാണ്ട് സദ്യവട്ടമൊന്നുമല്ല. കുറേ കഷ്ണിട്ടാൽ ഇളക്കാൻ ബുദ്ധിമുട്ടാവും. നല്ല പ്യുവർ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലൊന്നും ഇതാക്കിയ മീനിൻ്റെ സ്മെല്ല് വരില്ല. അങ്ങനെ വേറെ മുരിയട്ടെ കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ ട്രിപ്പ് സ്രാവ് കഷ്ണം മൂത്തുപാകായി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വാങ്ങണം. അല്ലാണ്ട് വല്ലാതെ കറുത്ത കളറാവാൻ വെച്ചാൽ സ്രാവ് കഷ്ണം റബ്ബർ പോലെയോ വലിച്ചാണിരും. സ്രാവിനൊരു മൂപ്പുണ്ട്.